എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് വിജയത്തിന്റെ മധുരം നുണഞ്ഞ് മതിമറന്ന് ആഘോഷിക്കുന്ന കോടിക്കണക്കിന് ആരാധകരുടെ സിരകളിലേക്ക് വീണ്ടും ആവേശത്തിന്റെ അഗ്നിപർവ്വതം നിറച്ചുകൊണ്ട് 2026 IPL പൂരത്തിന് കൊടിയേറാൻ പോവുകയാണ്. എന്നാൽ ഇത്തവണത്തെ ഏറ്റവും വലിയ ഞെട്ടൽ വന്നിരിക്കുന്നത് പഞ്ചാബ് കിങ്സിന്റെ പാളയത്തിൽ നിന്നാണ്. നായകൻ ശ്രേയസ് അയ്യർ പ്രഖ്യാപിച്ച പഞ്ചാബിന്റെ പുതിയ പ്ലേയിംഗ് 11 പഞ്ചാബിന്റെ ഈ വെല്ലുവിളിയും കണ്ട് മറ്റു ഫ്രാഞ്ചൈസികളുടെ നെഞ്ചിടിപ്പ് നിലച്ച മട്ടാണ്. കാരണം വെറുമൊരു ടീമിനെയല്ല, മറിച്ച് ഒറ്റയ്ക്ക് മത്സരഗതിയെ കീഴ്മേൽ മറിക്കാൻ പോന്ന മാച്ച് വിന്നർമാരെ അണിനിരത്തി പവർ ഹിറ്റിംഗിന്റെയും തീപ്പൊരി ബൌളിംഗിന്റെയും വിനാശകരമായ ഒരു കൊടുങ്കാറ്റാണ് പഞ്ചാബ് ഇത്തവണ അഴിച്ചുവിടാൻ പോകുന്നത്. BCCI ഇതിനോടകം തന്നെ രാജ്യത്തെ 10 വമ്പൻ നഗരങ്ങളിലായി ബംഗളൂരു, മുംബൈ, ഗുവാഹത്തി, ന്യൂ ചണ്ഡീഗഡ്, ലക്നൌ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നടക്കുന്ന ആദ്യ 20 മത്സരങ്ങളുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം വന്നതുമുതൽ സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകിയെത്താൻ കാത്തിരിക്കുന്ന ആരാധകരുടെ ആവേശം അണപൊട്ടുകയാണ്. പ്രത്യേകിച്ചും മാർച്ച് 31 നടക്കാൻ പോകുന്ന മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ഹൈ വോൾട്ടേജ് പോരാട്ടത്തിന് ലോകമെമ്പാടുമല്ല ക്രിക്കറ്റ് പ്രേമികൾ ശ്വാസം അടക്കിപ്പിടിച്ചാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഈ വമ്പൻ പോരാട്ടങ്ങൾക്കിടയിലും ഏവരുടെയും കണ്ണുകൾ ഉടക്കി നിൽക്കുന്നത് ശ്രേയസ് അയ്യർ പടുത്തുയർത്തിയ ആ പഞ്ചാബ് മാസ്റ്റർപീസിലാണ്. യുവത്വത്തിന്റെ ചോരത്തിളപ്പും പരിചയസമ്പത്തിന്റെ പക്വതയും സമന്വയിപ്പിച്ചുകൊണ്ട് ഓപ്പണിംഗ് ക്രീസിലേക്ക് കൊടുങ്കാറ്റ് പോലെ വന്നെത്തുന്നത് സാങ്കേതിക തികവിന്റെ പര്യായമായ യുവതാരം പ്രിയാൻഷ് ആര്യയും വിനാശകാരിയായ വിക്കറ്റ് കീപ്പർ ബാറ്റർ പ്രഭ്സിമ്രാൻ സിംഗുമാണ്. പവർ പ്ലേ ഓവറുകളിൽ എതിർ ബൌളർമാരെ പഞ്ഞിക്കിടുന്നതിൽ വിരുദ്ധരായ ഇവർ പുതിയ പന്തിനെ കടന്നാക്രമിക്കാൻ തുടങ്ങിയാൽ അത് പഞ്ചാബിന് നൽകുക അസാമാന്യമായ ഒരു അടിത്തറയായിരിക്കും. ആദ്യ വിക്കറ്റ് വീണാൽ 3ാം നമ്പറിൽ ഒരു വൻ മതിൽ പോലെ ഉറച്ചു നിൽക്കാൻ സാക്ഷാൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്രീസിലെത്തും. സ്പിന്നർമാരെ നിഷ്പ്രഭമാക്കുന്നതിലും സമ്മർദ്ദഘട്ടങ്ങളിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്ത് റൺറേറ്റ് കുതിപ്പിക്കുന്നതിലും അയ്യർക്കുള്ള മിടുക്ക് ടീമിന്റെ നട്ടെല്ലായി മാറും. 4ാം നമ്പറിൽ ക്രീസിലെത്തുന്ന മിച്ചൽ ഊഡിൻ എന്ന ആക്രമണകാരിയായ താരം സ്പിന്നർമാരുടെ പേടി സ്വപ്നമാണ്. ഏത് വലിയ സമ്മർദ്ദത്തിലും കൂസലില്ലാതെ വമ്പൻ ഷോട്ടുകൾ ഉതിർക്കാൻ കെൽപ്പുള്ള ഓവൻ മിഡിൽ ഓവറുകളിൽ സ്കോർ ബോർഡിന് ചിറകുമുളപ്പിക്കും. അവിടെ നിന്നങ്ങോട്ട് 5ാം നമ്പറിലും 7ാം നമ്പറിലുമായി ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ ഇന്ദ്രജാലം തീർക്കാൻ കെൽപ്പുള്ള ലോകോത്തര ഓൾറൗണ്ടർ മാർക്കസ് സ്റ്റോയിനിസിന്റെ സാന്നിധ്യം പഞ്ചാബിന് നൽകുന്ന ഇരട്ടിക്കരുത്ത് വിവരണാതീതമാണ്. ഏത് പ്രതിസന്ധിയിലും ടീമിനെ ഒറ്റയ്ക്ക് ചുമലേറ്റാൻ കഴിവുള്ള സ്റ്റോയിനിസ് തന്റെ പവർ ഹിറ്റിംഗിലൂടെ ഡെത്ത് ഓവറുകളെ തീപിടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് മികച്ച പിന്തുണയുമായി 6ാം നമ്പറിൽ ശശാങ്ക് സിംഗ് കൂടി എത്തുന്നതോടെ പഞ്ചാബിന്റെ ബാറ്റിംഗ് നിര പൂർണ്ണമാവുകയാണ്. അവസാന ഓവറുകളിൽ ചുരുങ്ങിയ പന്തുകൾ കൊണ്ട് മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതാൻ കഴിവുള്ള ശശാങ്ക് സിംഗ് എതിരാളികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു സിംഹസ്വപ്നമാണ്. 8ാം നമ്പറിൽ പേസ് ഓൾറൗണ്ടറായ അസ്മത്തുള്ള ഉമർസായിയുടെ വരവോടെ വാലത്തെത്തും റണ്ണൊഴുക്കിന് യാതൊരു കുറവും ഉണ്ടാകില്ല. എന്നാൽ പഞ്ചാബിന്റെ യഥാർത്ഥ വിശ്വരൂപം പുറത്തുവരുന്നത് അവരുടെ ബൌളിംഗ് നിരയിലാണ്. 9ാം നമ്പറിൽ കുന്തമുനയായി എത്തുന്ന അർഷ്ദീപ് സിംഗ് തന്റെ കൃത്യതയാർന്ന യോർക്കറുകളിലൂടെയും സ്ലോവർ ബൌളുകളിലൂടെയും പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ബാറ്റ്സ്മാൻമാരുടെ സ്റ്റമ്പുകൾ തെറിപ്പിക്കുമ്പോൾ 10ാം നമ്പറിൽ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ബൌളർമാരിൽ ഒരാളായ ലോക്കി ഫെർഗൂസൻ 140 കിലോമീറ്ററിലധികം വേഗത്തിൽ തീപ്പൊരി പാറും ബൗൺസറുകളുമായി എതിർ ബാറ്റിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കും. അവസാനമായി 11ാം നമ്പറിൽ മാന്ത്രിക സ്പിന്നർ യുസ്വേന്ദ്ര ചാഹൽ തന്റെ ഗൂഗ്ലികളിലൂടെയും ഫ്ലൈറ്റ് ഡെലിവറികളിലൂടെയും മിഡിൽ ഓവറുകളിൽ വിക്കറ്റുകളുടെ ഘോഷയാത്ര തന്നെ തീർക്കുന്നതോടെ ഈ പ്ലേയിംഗ് 11 ഒരു സമ്പൂർണ്ണ യുദ്ധസജ്ജരായ സേനയാവുകയാണ്. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുന്നത് പഞ്ചാബിന്റെ ഈ താരനിരയല്ല, മറിച്ച് അവർ പുറപ്പെടുവിച്ച കടുത്ത ഒരു തുറന്ന വെല്ലുവിളിയാണ്. അതെ, IPLലെ രാജാക്കന്മാരായ സാക്ഷാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും ക്രിക്കറ്റ് പ്രേമികളുടെ സ്വന്തം ഹീറോ ആയ സഞ്ജു സാംസണെയും നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാൻ മാത്രം ധൈര്യം ഈ പുതിയ പഞ്ചാബ് നിര കാണിച്ചിരിക്കുന്നു. മഞ്ഞപടയുടെ കോട്ടയായ ചെപ്പോക്കിൽ ചെന്ന് അവരെ തകർത്തെറിയുമെന്നും ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ജന്മത്തിൽ തങ്ങളുടെ ഈ തീപ്പൊരി പടയെ തോൽപ്പിക്കാനാകില്ലെന്നും പഞ്ചാബ് ക്യാമ്പ് അങ്ങേയറ്റം അഹങ്കാരത്തോടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പോരാത്തതിന് തന്ത്രങ്ങളുടെ തമ്പുരാനായ സാക്ഷാൽ സഞ്ജു സാംസന്റെ ബുദ്ധി പോലും തങ്ങളുടെ പേസ് സ്പിൻ കെണികൾക്ക് മുന്നിൽ വെറും ചാരമായി മാറുമെന്ന് ധിക്കാരം നിറഞ്ഞ മുന്നറിയിപ്പും അവർ നൽകിക്കഴിഞ്ഞു. കടലാസിലെ ഈ കരുത്ത് കണ്ട് അമിത ആത്മവിശ്വാസത്തിൽ തുള്ളിച്ചാടുന്ന പഞ്ചാബിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ CSKയും സഞ്ജുവും തയ്യാറെടുക്കുമ്പോൾ IPL 2026 ഒരു ചോരക്കളമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മൈക്കിന് മുന്നിലിരുന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ എളുപ്പമാണ്. യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് ആ 22 യാർഡ് പിച്ചിലാണ്. അവിടെ ഗാലറികൾ ഇളകിമറിയുന്ന ആവേശ തിരമാലകൾക്ക് നടുവിൽ പന്തുകൾ തീപ്പൊരി പാറുകയും ബാറ്റുകൾ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ ഈ വെല്ലുവിളികളിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന്.
CSKയുടെ അനുഭവസമ്പത്തിനും സാക്ഷാൽ സഞ്ജു സാംസന്റെ മാന്ത്രിക സ്പർശനം മുന്നിൽ പഞ്ചാബിന്റെ ഈ അഹങ്കാരം തകർന്നടിയുമോ, അതോ അവർ പറഞ്ഞതുപോലെ ഈ വമ്പന്മാരെ നിലം പരിശാക്കി പഞ്ചാബ് IPL കിരീടം റാഞ്ചുമോ? വെറും വാക്കുകളല്ല, മറിച്ച് കളിക്കളത്തിലെ പ്രകടനമാണ് എല്ലാം തീരുമാനിക്കുന്നത്. മൈതാനത്ത് ആരാണ് യഥാർത്ഥ രാജാക്കന്മാർ എന്ന് തെളിയിക്കപ്പെടുന്ന ആ വിധിദിനത്തിനായി ശ്വാസമടക്കി പിടിച്ചാണ് കാത്തിരിക്കുന്നത് ക്രിക്കറ്റ് ലോകം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.